മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനംനൊന്ത് കാസർഗോഡ് യുവതി ജീവനൊടുക്കി എന്ന് പരാതി. നാലുതടുക്ക സ്വദേശി ജസീലയുടെ മരണത്തിലാണ് ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. കുറ്റം അടിച്ചേൽപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും വനിതാ പോലീസില്ലാതെ ചോദ്യം ചെയ്തു എന്നുമാണ് പരാതി. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. അത് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിന് ഉള്ളാടെ നിന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായിനെല്ലാം കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പം പറഞ്ഞ് പോലീസ് നായിനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരുന്നത് ശരി. പിന്നെ ഓർമ്മ തേടുന്ന ഓള് ഭീഷണിപ്പെടുത്തി, നീ മെച്ചങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന് പെങ്ങും വന്നിന് ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു, എനിക്ക് വേണ്ട ഉള്ളറടി എൻ്റെ റെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞ് ഓക്ക് ബേജാറായിട്ട് ആൾ പാപ്പം അവരെ എതിർ പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ള ഉമ്മ പോയി. മരണത്തിന് മുൻപ് നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ച് ജസീല വിവരിക്കുന്ന വീഡിയോയും ഇതിനിടെ പുറത്തു വന്നു. തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്, ഹസ്ബൻഡിൻ്റെ ഉമ്മ. അരുൺ പാറക്കലാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഈ വീഡിയോയിൽ ജസീല പറയുന്നത് ഭർത്താവിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കുടുംബത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ജസീലയെ ചോദ്യം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് അരുൺ? ഉന്മേഷ്, കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിയാണ് ജസീല. ജസീലയെ വിവാഹം ചെയ്ത് കൊണ്ടുപോയത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കാണ്. ഈ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബോവിക്കാനം സ്വദേശിയായ ഒരു യുവാവുമായി ജസീല സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ഈ യുവാവിൻ്റെ വീട്ടിൽ നിരന്തരമായി ജസീല പോവുകയും ആ വീട്ടിൽ നല്ല രീതിയിലുള്ള, അതായത് വീട്ടുകാരുമായി നല്ല രീതിയിലുള്ള സൗഹൃദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ വീട്ടിൽ ജസീല താമസിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ ജസീല അവിടെ നിന്ന് 9.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ യുവാവിൻ്റെ മാതാവും ആദൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജസീലയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസീല കുറ്റക്കാരിയല്ലെന്ന് പോലീസ് മനസ്സിലാക്കുകയും ഇതിൽ പ്രാഥമിക അന്വേഷണത്തിനായി ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഈ പ്രാഥമിക അന്വേഷണം നടത്തണമെങ്കിൽ ഡിവൈഎസ്പിയുടെ അനുമതി വേണം. തെരഞ്ഞെടുപ്പ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിലവിലെ ഡിവൈഎസ്പി സ്ഥലം മാറിപ്പോയതിനാൽ പകരം ആൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിനൊരു അനുമതി ലഭിക്കുക. അതുകൊണ്ട് പോലീസ് ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ FIR രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാവുകയും ചെയ്തില്ല. കാരണം ജസീല പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് പോലീസിനും മനസ്സിലായി. അതിനുശേഷമാണ് ആദൂർ പോലീസ് ഈ കേസ് താൽക്കാലികമായി മാറ്റിവെച്ചത്. പക്ഷേ ഇത് വ്യാപകമായി ജസീലയുടെ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജസീലയുടെ ഭർത്തൃ വീടിന് സമീപം ഈ സംഭവം വ്യാപകമായി പ്രചരിച്ചു. ജസീല ഈ സ്വർണം മോഷ്ടിച്ചെന്ന് ഇവർ ഈ ആൺസുഹൃത്തിൻ്റെ മാതാവുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് യുവതിക്ക് മാനസിക വിഷമത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാഴ്ച മുമ്പ് യുവതി നാലത്തടുക്കയിലെ വീട്ടിലേക്കെത്തി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ നാലത്തടുക്കയിലെ വീട്ടിലേക്കെത്തി. തുടർന്ന് അവിടെ വെച്ച് ഈ വീഡിയോ ചിത്രീകരിക്കുകയും വിഷം കഴിക്കുകയും ചെയ്തു. 20-ാം തീയതി രാത്രിയോടുകൂടിയാണ് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവതി മരിക്കുന്നത്. അതിനുശേഷമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വീഡിയോയിൽ പറയുന്നത് ഈ ആൺസുഹൃത്തും മാതാവും തന്നെ ചതിച്ചെന്നും താൻ കുറ്റക്കാരിയാണെന്ന്, അതായത് മോഷ്ടാവാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുമാണ് ജസീല വീഡിയോയിൽ പറയുന്നത്. ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമൊക്കെ തന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നത് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുള്ള യുവതി എന്തിനാണ് മറ്റൊരാളുമായി സൗഹൃദം സ്ഥാപിച്ചതെന്നാണ് ഭർത്താവ് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊരു വിഷയമാണ്. ഈ മോഷണം സംബന്ധിച്ച കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരാത്തത്. എന്തായാലും സംഭവത്തിൽ ആദൂർ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. ആദൂർ പോലീസ് പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടി കേസ് മാറ്റിവെച്ചതാണ്. അതിനിടയിലാണ് യുവതി വിഷം കഴിക്കുന്നതും മരണം സ്ഥിരീകരിക്കുന്നതുമൊക്കെ. ഈ വീഡിയോയിൽ ജസീല പറയുന്ന മറ്റൊരു കാര്യം, ഈ ആദൂർ പോലീസ് സ്റ്റേഷനിൽ യുവതി പോയ സമയത്ത് വനിതാ പോലീസ് ഇല്ലാതെ ചോദ്യം ചെയ്തു എന്നാണ്.
അതിനും പോലീസ് പറയുന്ന മറുപടി എല്ലാ കേസിലും നിയമം അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ കേസിലും വനിതാ പോലീസ് തന്നെ സ്ത്രീകളെ ചോദ്യം ചെയ്യണമെന്നില്ല. ഇത് വനിതാ പോലീസ് ചോദ്യം ചെയ്യേണ്ട ഒരു കേസൊന്നുമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക്, ഒരു പരാതി വന്ന സ്ഥിതിക്ക് അതിൻ്റെ പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ ജസീലയെ അവിടെ വിളിച്ചു വരുത്തുകയും ജസീലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. പക്ഷേ ജസീല കുറ്റക്കാരി അല്ല എന്നൊരു ബോധ്യം പോലീസിന് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിമിഷം തന്നെ എഫ്ഐആർ ഇടാതെ പകരം ഡിവൈഎസ്പിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരുന്നെന്നാണ് പറയുന്നത്. എന്തായാലും യുവതിയുടെ മരണം 20-ാം തീയതി രാത്രി ഉണ്ടായി. ഇപ്പോൾ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോവിക്കാനം സ്വദേശിയായ ഈ ആൺസുഹൃത്തിനെതിരെയും ആൺസുഹൃത്തിൻ്റെ മാതാവിനെതിരെയുമാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ആ പരാതി അന്വേഷിക്കുകയാണ്. ഉന്മേഷ്, ഈ മോഷണം നടന്നു എന്ന് പറയുന്ന അതെന്താണ് മോഷണം പോയെന്ന് ആ കുടുംബം ആരോപിക്കുന്നത്? അപ്പോൾ പോലീസിന്റെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പരാതി അതിൽ കഴമ്പില്ല എന്ന് കൂടി ബോധ്യമായിട്ടുണ്ടോ അരുൺ? ഇപ്പോൾ ഉന്മേഷ്, പോലീസ് പ്രിലിമിനറി എൻക്വയറി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനൊരു അനുമതി ലഭിച്ചിട്ടില്ല. പക്ഷേ ജസീലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജസീല കുറ്റം ചെയ്തിട്ടില്ല എന്ന് പോലീസിനൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്താതിരുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ നിലവിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലാണ് ജസീലയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ അന്വേഷണം നടക്കുക. അതിന് ഈ ആൺസുഹൃത്തിനെയും ആൺസുഹൃത്തിൻ്റെ കുടുംബത്തെയും ചോദ്യം ചെയ്യും. ഈ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം മോഷണം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ജസീല എന്തെങ്കിലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരൂ. പോലീസ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ആൺസുഹൃത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജസീലയിൽ നിന്ന് 2.5 പവൻ സ്വർണം ഈ ആൺസുഹൃത്ത് വാങ്ങിയിരുന്നു. അത് തിരിച്ചു ചോദിച്ചതിലുള്ള ഒരു പ്രതികാര നടപടിയാണ് ഈ 9 പവൻ മോഷണം പോയി എന്നൊരു പരാതിക്ക് പിന്നിലെന്ന കുടുംബവും അതുപോലെ തന്നെ പോലീസും വ്യക്തമാക്കുന്നുണ്ട്. അതിലും ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ഒരു മോഷണ ആരോപണം ഉയരുന്നു. ആ മോഷണ ആരോപണം പിന്നീട് ആ പ്രദേശത്ത്, അതായത് ഇവരുടെ ഈ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജസീലയുടെ ഭർത്തൃ വീട്ടിൻ്റെ പരിസരത്തും ഭർത്തൃ വീട്ടിലുമൊക്കെ ജസീലയെ കുറ്റക്കാരിയാക്കി ഒരു ചിത്രീകരണം നടക്കുന്നു. അതിൽ ഈ യുവതിക്ക് മാനസിക വിഷമം ഉണ്ടാവുന്നു. നാലത്തടുക്കയിലെ വീട്ടിലെത്തി യുവതി വീഡിയോ ചിത്രീകരിക്കുകയും താൻ മരിക്കാൻ പോവുകയാണെന്നും തന്നെ കുറ്റവാളിയാക്കിയ ആളുകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ആ വീഡിയോ തുടങ്ങും തന്നെ. അതുകൊണ്ട് ആ പരാതിയാണ് ഇപ്പോൾ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ആ പരാതിമേൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജസീലയുടെ മരണം കഴിഞ്ഞ 20-ാം തീയതിയാണ് ഉണ്ടായത്. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, അരുൺ, ഇപ്പോൾ ഈ പോലീസ് പറയുന്ന പോലെ അല്ലല്ലോ കുടുംബം പറയുന്നത്. കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ജസീലയുടെ മേൽ ഈ മോഷണക്കുറ്റം എന്നുള്ളതാണല്ലോ. പോലീസിന് പ്രാഥമികമായ ഈ മൊഴിയെടുപ്പിൽ അത്തരത്തിലൊന്ന് ജസീല ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ കുടുംബം അങ്ങനെയല്ലല്ലോ അതിനെ കാണുന്നതും വിശദീകരിക്കുന്നതും. അരുൺ, ഉന്മേഷ, വീഡിയോയിൽ ജസീല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ജസീല പറയുന്ന പോലീസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം വനിതാ പോലീസ് ഇല്ലാതെ എന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതിന് പോലീസ് നൽകുന്ന വിശദീകരണം എല്ലാ കേസിലും വനിതാ പോലീസ് സ്ത്രീകളെ ചോദ്യം ചെയ്യണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നില്ല. അത് ഈ സെക്ഷൽ അബ്യൂസ് പോലുള്ള കേസുകളിലാണ് വനിതാ പോലീസ് നിർബന്ധം പറയുന്നത്. അല്ലാത്ത ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പരാതികളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ അവിടെയുള്ള പോലീസുകാർക്ക് ജസീലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. അതാണ് ആദൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, ജസീലയെ കുറ്റക്കാരിയാക്കാൻ അവിടെ പോലീസ് ശ്രമിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ യുവതിക്കോ പിന്നീട് യുവതിയുടെ വീട്ടുകാർക്കോ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജസീലയെ കുറ്റക്കാരിയാക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ജസീലയ്ക്ക് മേൽ എഫ്ഐആർ രേഖപ്പെടുത്താമായിരുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ അതവിടെ സംഭവിച്ചിട്ടില്ല. പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടി അത് മാറ്റിവെക്കുന്നു. ഡിവൈഎസ്പി സ്ഥലം മാറിപ്പോയതിനു ശേഷം പകരം ആൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു തുടർ നടപടി ഉണ്ടാകുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു പരാതി ഉയർന്നു വരുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കുടുംബം നൽകുന്നു. അതിൽ പോലീസിൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നുണ്ട്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി തന്നെ അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.